ഹലോ ഗെയ്സ്, ഇന്നത്തെ യാത്ര പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിലോട്ടാണ്. അതിമനോഹരമായ നെൽപ്പാടങ്ങളും നെല്ലിയാമ്പതിയുടെ മലഞ്ചെരിവ് മലയുടെ ആ പ്രദേശവും നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലം നമുക്ക് കാണാം. അപ്പോൾ ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. നെല്ലിയാമ്പതി മലകൾ കാണുന്നുണ്ട്. ചെറിയ തോതിൽ വെള്ളച്ചാട്ടം മലയുടെ മുകളിൽ നിന്ന് കാണപ്പെടുന്നുണ്ട്. കൃഷി കാര്യമായിട്ടുള്ളത് വാഴയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. രണ്ട് സൈഡിലും പാടങ്ങളും പന, മാവാണ് പ്രധാന കൃഷി എന്ന് പറയാം. ഒരുപാട് മാവ്, മൂച്ചി എന്നൊക്കെ പറയപ്പെടുന്ന വൃക്ഷം അതിമനോഹരമായിട്ട് അവിടെ കാണപ്പെടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അധികം ആളുകളൊന്നുമില്ല, പഴയതുപോലുള്ള ആ തിരക്കുകളൊന്നുമില്ല. എന്നിരുന്നാലും ഞങ്ങൾ പോയ സമയം ഒരു വൈകുന്നേരമാണ്, അതുകൊണ്ടാണ് ആളുകൾ കുറവായി തോന്നുന്നത്. ഷൂട്ടിങ് എന്തോ നടക്കുന്നുണ്ട് ഈ ഏരിയയിൽ. അതിൻ്റെ സാധനങ്ങളും സാമഗ്രികളുമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിമനോഹരമായ കൊല്ലങ്കോട് ഗ്രാമം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ വന്ന സമയം വൈകിട്ടാണ്. ഏകദേശം ഒരു ഇരുട് ആവാറായി തുടങ്ങി. ഒരു 5 മണിക്ക് ശേഷമാണ് അവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് കാഴ്ചയിൽ ലേശം ഒരു മങ്ങൽ അനുഭവപ്പെടും. എല്ലാവരും ക്ഷമിക്കുക. ഞങ്ങൾ വണ്ടിയെടുത്ത് നേരെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാനായി പുറപ്പെടുകയാണ്. എല്ലാവരും വണ്ടിയിൽ കയറി
ചെറിയൊരു ഓഫ് റോഡ് പോലെ ഉണ്ട്. അതെല്ലാം സിമ്പിളായിട്ട് നമ്മളെ ഡ്രൈവർ സാബിക് വളരെ ലാഘവത്തോടു കൂടി വണ്ടി കയറ്റി. അവിടെ ഒരു മക്കാമുണ്ട് സീതാർകുണ്ടിലോട്ട് പോണ വഴിയിൽ. കുറച്ച് റോഡൊക്കെ വളരെ മോശമാണ്, പ്രൈവറ്റ് സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ ഉണ്ട്. ഇതാണ് മുമ്പ് പറഞ്ഞ മാവ്. ഒരുപാട് മാവിൻ്റെ തോട്ടം തന്നെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ മാങ്ങ വിൽപ്പനക്കും ഉണ്ട്. നമുക്കത് കുറച്ച് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇത് പാർക്കിംഗ് ആണ്. ഇവിടെ നിന്ന് ഞങ്ങൾ മാങ്ങയൊക്കെ വാങ്ങി കഴിച്ചു. നല്ല മധുരമുള്ള മാങ്ങ. ഇവിടെ കൃഷി ചെയ്യപ്പെടുന്ന മാങ്ങ എന്നാണ് അറിയപ്പെട്ടത്. അങ്ങനെ നേരെ സീതാർകുണ്ടിലേക്ക് വെള്ളച്ചാട്ടം കാണാനായി നേരെ നടന്നു. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള സ്ഥലം. ബാത്റൂം സൗകര്യമൊക്കെ ഇവിടെയും ലഭ്യമാണ്. പെയ്ഡാണ്. ഏകദേശം ഒരു 400-500 മീറ്റർ നടക്കാനുണ്ട് വാഹനം നിർത്തിയിട്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അവിടെ എല്ലായിടത്തും മുന്നറിയിപ്പ് ബോർഡുകളുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ട്. സ്റ്റെപ്പുകൾ, കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അവിടെ ഫാമിലിയൊക്കെ കുളിക്കണ ഇതായതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി. മലയുടെ മുകളിൽ നിന്ന് നീരുറവ ഇങ്ങനെ ഒലിച്ചിറങ്ങണ ഒരു രംഗം കണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം നേരത്തെ കണ്ട വെള്ളച്ചാട്ടം ആളുകൾ കുളിച്ചിരുന്നത് താഴ്ഭാഗത്താണ്. അതിൻ്റെ മുകൾ ഭാഗത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, അങ്ങോട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ നിന്നാണ് താഴോട്ട് വെള്ളം സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. അടിപൊളിയാണ്. നമ്മൾ മുമ്പ് കണ്ട ആ മലയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളം ചെറിയ നീരുറവുകളായിട്ട് താഴോട്ട് വരുന്നത്. ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ പാടത്ത് വന്ന് ഇരുടായിട്ടുണ്ട്. ഏകദേശം ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടാണ് വീഡിയോസ് എടുത്തത്. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് കൊല്ലങ്കോട് ഗ്രാമത്തോട് വിട പറഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെക്കും ബൈ.